My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ സീരീസിൻ്റെ 65ാമത്തെ എപ്പിസോഡിൽ നമ്മൾ മെർക്കുറീസ് എന്ന അധ്യായം നമ്മൾ തുടരുകയാണ്. അതിൻ്റെ 7ാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലേഴ്സിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. ഇൻ ദ അബ്ഡമൻ വി ഫൈൻഡ് കോളിക്, റംബ്ലിംഗ്, ഡിസ്റ്റൻഷൻ, എയ്ക്സ് ആൻഡ് പെയിൻസ്, സ്റ്റിങ്ങിങ് ആൻഡ് ബേണിംഗ്. അബ്ഡമനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വേദന, ഇരച്ചിൽ, വീർത്തുകെട്ടൽ, പലതരം വേദനകൾ, കുത്തുന്ന വേദനകൾ, പൊള്ളൽ, ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ട്. ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് സ്റ്റൂൾസ് ഓർ ഡയറിയ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. സ്റ്റൂൾസിൻ്റെ കാര്യത്തിൽ വലിയ ഒത്തിരി വ്യത്യസ്തമായ സിംറ്റംസാണ്. ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ എല്ലാം ഉണ്ട്. ഇറ്റ് ഹാസ് എ വെൽ ഡിഫൈൻഡ് ഡിസെൻട്രി കണ്ടീഷൻ, സ്ലിമ്മി ബ്ലഡി സ്റ്റൂൾസ് വിത്ത് മച്ച് സ്ട്രെയിനിങ്. വളരെ പ്രയാസപ്പെട്ട് വളരെ സ്ലിമ്മായിട്ടുള്ള ബ്ലഡി സ്റ്റൂൾസ്. ഹി ഫീൽസ് ആസ് ഇഫ് ഹി കുഡ് നെവർ ഫിനിഷ് ഈവൻ വെൻ നോ മോർ ഈസ് പാസിങ്. ഇനി പാസ് ചെയ്യാനൊന്നുമില്ലെങ്കിലും തനിക്കിതൊരിക്കലും മലവിസർജനം ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ. നെവർ ഗെറ്റ് ഡൺ ഫീലിംഗ്, നെവർ ഗെറ്റ് ഡൺ, അത് തീർന്നില്ല, ഒരിക്കലും മലം ഒഴിഞ്ഞ് തീരില്ല എന്നുള്ളൊരു തോന്നൽ അത് മെർക്കുറീസിലുണ്ട്. ഇറ്റാലിക്സാണ് കൊടുത്തിരിക്കുന്നത്. നെവർ ഗെറ്റ് ഡൺ ഫീലിംഗ്. ഇറ്റ് ഈസ് ദ വെരി ഓപ്പോസിറ്റ് ഓഫ് നക്സ് ആൻഡ് റസ് ഇൻ ഡിസെൻട്രി. ഡിസെൻട്രിയുടെ കാര്യത്തിൽ നക്സിൻ്റെയും റസിൻ്റെയും സിംപ്റ്റംസിന് അല്ലെങ്കിൽ അവസ്ഥയ്ക്ക് നേരെ വിപരീതം, ഡയമെട്രിക്കലി ഓപ്പോസിറ്റാണ്. These are relieved if a little stool is passed, but mercury and sulfur will sit and strain, and all the salts of mercury have the same state. ഡിസെൻട്രിയുടെ കാര്യത്തിൽ നക്സും റസും കുറച്ച് സ്റ്റൂൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീഫാണ്. പക്ഷേ മെർക്കുറീസിനും സൾഫറിനും അങ്ങനെയല്ല. സിറ്റ് ആൻഡ് സ്ട്രെയിൻ, ഇരുന്ന് ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരിക്കും, ഒരിക്കലും തീരില്ല. മെർക്കുറിൻ്റെ എല്ലാ കോമ്പൗണ്ടിനും, എല്ലാ സോൾട്ടിനും, എല്ലാ വേരിയേഷൻസിനും ഇതേ സിംറ്റം ഉണ്ടെന്നാണ് കെന്റ് പറയുന്നത്. മെർക്കോർ ഹാസ് എ മോർ വയലന്റ് അറ്റാക്ക് വിത്ത് വയലന്റ് ഏർജിങ് ടു സ്റ്റൂൾ ആൻഡ് യൂറിനേറ്റ് ആൻഡ് ഇന്റൻസ് സഫറിങ് വിത്ത് ബേണിംഗ് ഇൻ ദ പാർട്സ് ആൻഡ് ദ പാസേജ് ഓഫ് പ്യൂർ ബ്ലഡ്. അപ്പോൾ എല്ലാ സോൾട്ടുകൾക്കും ഉണ്ട്, പക്ഷേ മെർക്കോറിൻ്റെ കാര്യത്തിൽ വരുമ്പോഴേക്കും വളരെ വയലൻ്റാണ്. വയലൻ്റ് അർജിങ് സ്റ്റൂളിനും യൂറിനേഷനുള്ള വല്ലാതെ ഭയങ്കരമായിട്ടുള്ള അർജാണ്. ഇൻറ്റൻസ് സഫറിങ്, അതുമായി ബന്ധപ്പെട്ട് വളരെ വേദനയും പ്രയാസം ഉണ്ടാകുന്നു. ആ പാർട്സിൽ, ഏനസിലോ യൂറിനറി പാർട്സിലോ ബേണിംഗ് പെയിന്, പ്യൂർ ബ്ലഡ് പാസ് ചെയ്യുന്ന അവസ്ഥ. മെർക്കുറി കോറിൽ വളരെ വയലൻ്റായിട്ടുള്ള അവസ്ഥ. മെർക്കുറിക്ക് ആൻഡ് ലിപ്പക്കാക്ക് ആൻഡ് അക്കോണിറ്റം ആർ ഫ്രീക്വൻ്റ്ലി ഇൻഡിക്കേറ്റഡ് ഇൻ എപ്പിഡമിക് ഡിസെൻട്രി ദാറ്റ് കംസ് ഇൻ ഹോട്ട് വെതർ, ആൻഡ് Ipecac and Dulcamaria and Mercury are frequently indicated in the dysentery of cold weather. എപ്പിഡമിക് ആയിട്ടുള്ള ഡിസെൻട്രിയുടെ 2 വകഭേദങ്ങൾ, ഒന്ന് കോൾഡ് വെതറിലും മറ്റ് ഹോട്ട് വെതറിലും. അപ്പോൾ ഹോട്ട് വെതറിൽ വരുന്ന എപ്പിഡമിക് ഡിസെൻട്രിയിൽ മെർക്കുറിക്കും ഇപ്പക്കാക്കും അക്കോണിറ്റും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പക്കാക്കും ഡൾക്കാമറയും മെർക്കുറിക്കും കോൾഡ് വെതറിൽ ഡിസംബറിക്കും വരുന്നുണ്ട്. അതിൽ മെർക്കുറി 2ലും കാണിക്കുന്നുണ്ട്, ഇപ്പക്കാക്കും 2ലും കാണിക്കുന്നുണ്ട്. യു ഷുഡ് ഗോ ടു ദ ബെഡ് സൈഡ് ഓഫ് എ കേസ് ഓഫ് ഡിസെൻട്രി വിത്ത് റിപ്പർട്ടറി ഓർ ഗോ ഹോം ആൻഡ് സെൻറ്റ് മെഡിസിൻ. ഓക്കെ, എൻ്റെ കാലത്ത് രീതിയാണ് പറയുന്നത്. ഇത്ര എപ്പിഡമിക്സിൽ ബെഡ് സൈഡിൽ പോകുന്നു, റിപ്പർട്ടറിയുമായിട്ട് പോകുന്നു, റിപ്പർട്ടറിയുമായിട്ട് പോയി മെഡിസിൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ വിവരം കേട്ട് മരുന്ന് പറഞ്ഞയക്കുന്നു. യുവർ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ഷുഡ് ക്യൂർ ദ എപ്പിഡമിക് ഡിസെൻട്രി ആൻഡ് ഇഫ് യു വർക്ക് കോഷ്യസ്ലി യു വിൽ ക്യൂർ എവറി കേസ്. അപ്പോൾ ഡിസെൻട്രി പോലെ മാരകമായേക്കാവുന്ന എപ്പിഡമിക് കണ്ടീഷനിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ തന്നെ കറക്റ്റായിരിക്കണം. ഊഹാപോഹമോ സംശയമൊന്നും പാടില്ല. അതുകൊണ്ടാണ് ബെഡ് സൈഡിൽ പോകുമ്പോൾ റിപ്പർട്ടറിയുമായിട്ട് പോകണമെന്ന് പറയാൻ കാരണം. നമ്മൾ ഊഹാപോഹത്തിന് ഇട കൊടുക്കരുത്. ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ തന്നെ കറക്റ്റ് ആയിരിക്കണം. 24 മണിക്കൂറിനകം ആ എപ്പിഡമിക് കണ്ടീഷന്
ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ കണ്ടീഷൻ ടു ക്യൂർ ബട്ട് എ വെരി ബാഡ് തിങ് ടു ഗെറ്റ് മിക്സ്ഡ് അപ്പ്. ഹീൽ ചെയ്യാൻ വളരെ സിമ്പിളാണ്, പക്ഷെ അതേസമയം കോംപ്ലിക്കേറ്റഡ് ആക്കി മിക്സ്ഡ് അപ്പ് ആക്കാനും സൗകര്യമാണ്. കാരണം ശ്രദ്ധയില്ലെങ്കിൽ, റെപ്പർട്ടറി നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളാകെ മിക്സപ്പ് ആക്കും. ഇനി അതിൻ്റെ പ്രിക്കോഷൻ പറയുകയാണ്. ഡു നോട്ട് ഗിവ് ആഴ്സനിക് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് കൺഫേം ടു ദ ഡിസെൻട്രി കണ്ടീഷൻ, ഫോർ ഇഫ് ഇറ്റ് ഡസ് നോട്ട് ക്യൂർ ഇറ്റ് വിൽ മിക്സ് അപ്പ് ദ കേസ്. കണ്ടോ, ഡിസെൻട്രി ഉണ്ടെന്ന് കരുതി കണ്ണും കൂട്ടി ആഴ്സനിക്ക് കൊടുക്കരുത്. അത് ഹീൽ ചെയ്യില്ലെന്ന് മാത്രമല്ല കേസിനെ മിക്സപ്പ് ചെയ്യും. ആഴ്സനിക്ക് പോലെ വളരെ ഡീപ്പായിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടൊരു മെഡിസിൻ അസ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാൽ കേസിനെ മിക്സപ്പ് ചെയ്യും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാനത് ആഴ്സനിൻ്റെ കാര്യത്തിൽ ലെക്ചറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊറോണ പ്രിവെൻറ്റീവായിട്ട് കൊടുത്ത സമയത്ത് ഒരു സ്ത്രീക്കുണ്ടായ സഫറിങ് വളരെ സൂക്ഷിച്ച് ചെയ്യാവും. ഹെസിറ്റേറ്റ് അബൌട്ട് ഗിവിങ് ആഴ്സനിക് ഇൻ ഡിസെൻട്രി അണ്ടിൽ യു ആർ പെർഫെക്റ്റ്ലി ഷുവർ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ്. ഒരു വളരെ പ്രാക്ടിക്കലായിട്ടൊരു ഉപദേശമാണ്. എപ്പോഴും ഡിസെൻട്രിയുടെ കാര്യത്തിൽ ആഴ്സനിക്ക് കൊടുക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കണം. അത് ആഴ്സനിക്ക് തന്നെയാണോ എന്ന് ആവർത്തിച്ച് സിംറ്റംസ് നോക്കി ഉറപ്പ് വരുത്തിയിട്ടേ കൊടുക്കാവൂ. അതാണ് റിപ്പർട്ടീവായിട്ട് ബെഡ് സൈഡിൽ പോകുന്നത് എന്ന് പറയാൻ കാരണം. അല്ലാതെ ഡിസെൻട്രി ആണ് എന്ന് കണ്ട് വെറുതെ ആഴ്സനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കേസ് കോംപ്ലിക്കേറ്റഡ് ആവും, പിന്നീട് ഹീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയേക്കാം. A few days ago, I saw a patient who could not lie down because of pain in both hypochondria. He had incessant vomiting, inflammatory rheumatism of the ankles, hands, arms and shoulders. He had purpuric spots on the arms and legs. He had inflammation of the stomach and was a perfect museum of diseases. അപ്പോൾ അദ്ദേഹം കണ്ട ഒരു കേസ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. എ പെർഫെക്റ്റ് മ്യൂസിയം ഓഫ് ഡിസീസസ്. ഒരുപാട് രോഗാവസ്ഥകളുടെ ഒരു പ്രദർശനശാല, ഒത്തിരി പ്രശ്നങ്ങൾ. ചില കേസുകളിൽ അങ്ങനെയാണ്, അയാൾക്കില്ലാത്ത സിംറ്റംസ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു കേസാണ് പറയുന്നത്. അയാൾക്ക് കിടക്കാൻ പറ്റാത്ത, രണ്ട് ഹൈപ്പോകോൺട്രിയയിലും ഉള്ള പെയിൻ കാരണം അയാൾക്ക് കിടക്കാൻ പറ്റുന്നില്ല, നിലയ്ക്കാത്ത ഛർദ്ദിനുണ്ട്, ആങ്കിൾസിൽ ഇൻഫ്ലമേറ്ററി റൊമാറ്റിസം ഉണ്ട്, ഹാൻഡ്സിൽ ആംസിൽ ഷോൾഡേഴ്സിലൊക്കെ ഉണ്ട്, കാലിലും കയ്യിലും ഒക്കെ റെഡ് സ്പോട്ട്സ് ഉണ്ട്, വയറിന് ഇൻഫ്ലമേഷൻ ഉണ്ട്, ഒക്കെ ഉള്ളൊരവസ്ഥ. ഹി ഹാഡ് ഫോസ്ഫറസ് ആൻഡ് ആർട്സ് ആൻഡ് മെനി റെമഡീസ് വെരി ഹൈ, all supposed to be well selected, but cadmium self put him to sleep in 15 minutes. ഉണ്ടോ, ഇത് എൻ്റെ ഒരു ചെറിയൊരു സർക്കാസം കലർത്തിയാണ് പറയുന്നത്. ഒരുപാട് സിംറ്റംസ് ഉണ്ട്. ടോട്ടാലിറ്റി എടുക്കാതിരുന്നത് കൊണ്ടാകാം. ഫോസ്ഫറസ് കൊടുത്തു, ഏറ്റില്ല. ആഴ്സനിക് കൊടുത്തു, ഏറ്റില്ല. ഇതുവരെ പല മരുന്നുകളും വെരി ഹൈ, ഉയർന്ന പൊട്ടൻസി കൊടുത്തു, ഒന്നും ഏറ്റില്ല. അവസാനം എന്താണ് ഹീൽ ചെയ്തത്? കാഡ്മിയം സൾഫ്. കാഡ്മിയം സൾഫ് കൊടുത്തു കഴിഞ്ഞപ്പോൾ 15 മിനിറ്റിനകം ആൾ ശാന്തമായി ഉറങ്ങി, കിടക്കാൻ പറ്റാതിരുന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ റിപ്പർട്ടറിയുമായിട്ട് ബെഡ് സൈഡിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചേമ്പറിൽ നിന്ന് സ്റ്റഡി ചെയ്തിട്ട് മരുന്ന് കൊടുത്തു വിടണം എന്ന് പറഞ്ഞതുമായിട്ട് ഇതിനെ കൂട്ടി വായിക്കണം. ഡിസെൻട്രി എന്ന് കണ്ട് ആഴ്സനിക് കൊടുത്തു, എന്തെങ്കിലും പെയിൻ എന്ന് കണ്ട് എന്തെങ്കിലും കൊടുത്തു. സിംഗിൾ സിംറ്റം വെച്ചോ 2 or 3 പാർട്ടിക്കുലേഴ്സ് വെച്ചോ നിങ്ങൾ മെഡിസിൻ സെലക്ട് ചെയ്താൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചാണ് എൻ്റെ പറയുന്നത്. ആഴ്സ പോലുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോഴേക്കും കേസ് കോംപ്ലിക്കേറ്റഡ് ആകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഒരു അക്യൂട്ട് കണ്ടീഷനിൽ വിശദമായിട്ടൊരു കേസ് ടേക്കിങ്ങും മറ്റും നടക്കില്ല. പക്ഷേ അക്യൂട്ട് കണ്ടീഷനിൽ എടുക്കേണ്ടതായിട്ടുള്ള സിംറ്റംസ്, അതിൻ്റെ പെക്യുലാരിറ്റീസ്, അതിൻ്റെ മൊഡാലിറ്റീസ് ഒക്കെ മനസ്സിലാക്കി അതിന് ഉചിതമായ ഔഷധം കൊണ്ട് കൊടുക്കുക. ഫോസ്ഫറസ്, ആഴ്സനിക് അങ്ങനെയൊക്കെ വളരെ സാധാരണമായ ഔഷധങ്ങളൊക്കെ എടുത്താൽ കൊടുത്തു. പക്ഷേ അങ്ങനെ സാധാരണ ഇൻഡിക്കേറ്റ് ചെയ്യാത്ത കാഡ്മിയം സൾഫായിരുന്നു അവിടെ ആ കേസിൽ ഇൻഡിക്കേറ്റ് ചെയ്തത്. മ്യൂസിയം ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. അയാൾക്കില്ലാത്ത രോഗാവസ്ഥകളില്ല, ഉണ്ടോ? അപ്പോൾ കാഡ്മിയം സൾഫ് പോലെ അത്ര സാധാരണമല്ലാത്ത ഒരു ഔഷധം കിട്ടി. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള സിംറ്റം അവിടെ ഉണ്ടായിരുന്നിരിക്കും. അത് കണ്ടെത്താൻ പരാജയപ്പെട്ടുകൊണ്ടാണ് ഫോസ്ഫറസും ആഴ്സനിക്കും ഒക്കെ മാനവർ കൊടുത്തത്. അക്യൂട്ട് കേസസിൽ എപ്പിഡമിക്സിലും മറ്റുമൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം റിപ്പർട്ട് വെച്ച് സ്റ്റഡി ചെയ്യണമെന്ന സന്ദേശമാണ് കെൻഡ് ഇതിലൂടെ തരുന്നത്. ദാറ്റ് ഈസ് എ സ്ട്രോങ് ഫീച്ചർ ഓഫ് കാഡ്മിയം സൾഫ്. He wants to keep us still as colchicum
ആൻഡ് ബ്രയോണിയ. കോൾഷികത്തെ പോലെയോ ബ്രയോണിയെ പോലെയോ സ്റ്റിൽ അനങ്ങാതെ മൂവ്മെൻറ്റ് അഗ്രവേഷനാണ്, ഇരിക്കാൻ തോന്നും. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഈ നേരത്തെ പറഞ്ഞ സിംറ്റംസ് നോക്കുമ്പോൾ കാഡ്മിയം സൾഫിൻ്റെ ഒരു സ്ട്രോങ് ഫീച്ചർ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കൊടുത്ത 15 മിനിറ്റ് കൊണ്ട് ആൾ ഉറങ്ങിപ്പോയത്. ഐ സോ അനദർ കേസ് ഓഫ് ക്യാൻസർ വിത്ത് കോഫി ഗ്രൗണ്ട് വോമിറ്റ് ആൻഡ് കാഡ്മിയം സൾഫ് സ്റ്റോപ്ഡ് ഹെർ വോമിറ്റിംഗ് ആൻഡ് ഷീ ഏറ്റ് ക്വൈറ്റ് വെൽ അണ്ടിൽ ഷീ ഡൈഡ് 6 വീക്സ് ലേറ്റർ. ക്യാൻസർ രോഗം ബാധിച്ച ഒരു സ്ത്രീയുടെ അവസ്ഥ പറയുകയാണ്. കോഫി ഗ്രൗണ്ട്, കാപ്പിപ്പൊടി ഉള്ളതുപോലെയുള്ള വോമിറ്റിങ്, ഛർദ്ദിക്കുന്നതിൽ കാപ്പിപ്പൊടി ഉള്ളതുപോലെ തോന്നൽ. ആ കണ്ടീഷനിലും കാഡ്മിയം സൾഫാണ് ഇൻഡിക്കേറ്റ് ചെയ്ത് അത് വോമിറ്റിങ് നിർത്തി നന്നായിട്ട് ആഹാരം കഴിക്കാൻ സാധിച്ചു. പക്ഷേ 6 ആഴ്ചകൾക്ക് ശേഷം രോഗി മരിച്ചുപോയി. അപ്പോൾ ക്യൂറബിൾ കണ്ടീഷനല്ല, ഒരു പാലിയേഷൻ പറ്റുന്ന അവസ്ഥയാണ്. കാഡ്മിയം സൾഫ ആ പാലിയേഷൻ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ശാന്തമായിട്ട് ആഹാരം കഴിച്ച് സന്തോഷത്തോടെ മരിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ആരോഗ്യമരണം എന്നൊക്കെ പറയുന്നത്. ഹോമിയോപ്പതിയുടെ ആരോഗ്യമരണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അവശതയായി കഷ്ടപ്പെട്ട് ക്ലേശിച്ച് മരിക്കുന്നതിനേക്കാളും ആരോഗ്യമരണം, ശാന്തമായിട്ട് സമാധാനപൂർണ്ണമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അപ്പിറ്റോട്ടോടെ ജീവിച്ച് ശാന്തമായിട്ട് മരിക്കുക. ഹോമിയോപ്പതിക്ക് ആ ഒരു ശാന്തമായ മരണം ഓഫർ ചെയ്യാൻ സാധിക്കും. The doctor in charge had given her arsenicum and phosphorus and morphine till she could take no more. അപ്പോൾ ആ രോഗിണിയുടെ കേസ് നോക്കിയിരുന്ന ഫിസിഷ്യൻ എന്തൊക്കെയാണ് ഉള്ളത്? ആർസനിക് കൊടുത്തു, ഫോസ്ഫറസ് കൊടുത്തു, പിന്നെ മോർഫിൻ കൊടുത്തു മയക്കാൻ. ഒന്നും നടന്നില്ല. അവസാനമാണ് കെൻഡിൻ്റെ അടുത്ത് കേസ് വന്നത്. കേസ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ കാഡ്മിയം സൾഫ് കിട്ടി. കേസ് സ്റ്റഡി ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പലപ്പോഴും ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഫെയിലിയർ ആവുന്നതിന് കാരണം ഒരു സമഗ്രമായി ആ കേസിനെ പരിഗണിക്കാതെ എന്തെങ്കിലും ഒരു രോഗി പറഞ്ഞു വരുന്നൊരു സിംറ്റം വെച്ചുകൊണ്ട് അപ്പോൾ ഓർമ്മ വരുന്ന ഒരു മരുന്ന് കൊടുക്കുന്നു. പലപ്പോഴും നമ്മളുടെ സിലബസ് അനുസരിച്ചുകൊണ്ട് കീനോട്ട് ആണ് പഠിച്ചു പോകുന്നത്, മെറ്റീരിയൽ പഠിക്കുക, അങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. അങ്ങനെ ഒരു ഡീപ്പ് സ്റ്റഡിക്കുള്ള സ്കോപ്പ് സിലബസിലില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാത്രം വെളിച്ചത്തിൽ ഒരു കേസിനെ പരിഗണിക്കുമ്പോഴാണ് ഈ ഫെയിലിയർ റേറ്റ് കൂടുന്നത്. അപ്പോൾ പഠനത്തിന് ശേഷമോ പഠനത്തിനോടൊപ്പമോ മതിയായി പഠിക്കുകയെ ഇതേപോലുള്ള പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഫെയിലിയർ റേറ്റ് കുറഞ്ഞാലേ പ്രൊഫഷനിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ പോയി മരുന്ന് വന്നു ഏറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മാറും മരുന്ന്, വേറെ മരുന്ന് വന്നു, അത് ഏറ്റില്ല. 2 തവണ ആൾ ഉപേക്ഷിക്കും, അലോപ്പതിയിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റു ഡോക്ടറിലേക്ക് പോകും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഏത് അക്യൂട്ട് കേസായാലും ക്രോണിക് കേസായാലും നന്നായിട്ട് സ്റ്റഡി ചെയ്ത് കറക്റ്റ് ഇൻഡിക്കേറ്റർ മെഡിസിൻ കണ്ടെത്തി കൊടുക്കുക. അത് ഹീൽ ചെയ്യും, ഒരു സംശയമൊക്കെ ആയിരുന്നില്ല. ആ ഒരു സന്ദേശമാണ് ഈ ഒരു അനുഭവത്തിലൂടെ കെൻഡ് നമുക്ക് തരുന്നത്. അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങൾ വിദ്യാഭ്യാസ കാലത്ത് പഠിച്ച കാര്യങ്ങൾ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഫഷനിൽ വിജയിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത് അത് പലപ്പോഴും തെറ്റായിരിക്കും. എപ്പോഴും നല്ല, പലപ്പോഴും തെറ്റായിരിക്കും. എക്സ്ട്രാ സ്റ്റഡി ആവശ്യമാണ്. അത്തരം സ്റ്റഡിക്കുള്ളൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്യുന്നത്. അതിനെ ഭംഗിയായിട്ട് വിനിയോഗിക്കുക. മെർക്കുറീസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇതുവരെ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.